എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന ഭാഗമായ മെമ്മറീനെ കുറിച്ചൊന്ന് ഇന്ന് പഠിക്കാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് പറയുന്നത് മെമ്മറീനെ കുറിച്ചാണ്, അല്ലേ? മെമ്മറി എന്താ? മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്റെ കാര്യത്തിലാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ എന്നൊക്കെ പറയില്ലേ? അപ്പം കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ എന്താ മെമ്മറി? അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിലും മെമ്മറി. അതായത് കമ്പ്യൂട്ടറിലേക്ക് വേണ്ട ഡാറ്റാസോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവയൊക്കെ സംഭരിച്ച് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറിലുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഇത് മെമ്മറി. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറിയിൽ ഈ സ്റ്റോറേജിനനുസരിച്ച് സ്റ്റോറേജ് ഡാറ്റകളും അതേപോലെ തന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അങ്ങനെ ഈ സ്റ്റോർ ചെയ്ത് വെച്ചതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് മെമ്മറീനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ഡിവൈഡഡ് മെമ്മറി ഇൻടു ടു. ദേ ആർ പ്രൈമറി മെമ്മറി, പ്രൈമറിന്ന് എഴുതുന്നുള്ള പ്രൈമറി മെമ്മറി. Then the second one is secondary memory. ഓക്കെ, അപ്പം മെമ്മറി എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി മെമ്മറീനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. ഇനി എന്താ പ്രൈമറി മെമ്മറി, എന്താ സെക്കൻഡറി മെമ്മറി എന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി മെമ്മറി എന്താണെന്ന് പറയാം. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് ഓർത്ത് വെക്കാൻ. പ്രൈമറി മെമ്മറി എന്താണെന്നുള്ളത്, പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതും. എങ്ങനെയാണ്? പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ ബോർഡുമായിട്ട് അല്ലെ മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതുമായ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടെ ഞാൻ പറയാം, മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതുമായ കമ്പ്യൂട്ടറിലെ മെമ്മറിയാണ് ഇത് പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പേര് പോലെ തന്നെ ഇതെന്താ? ഒരു ടെമ്പററി മെമ്മറിയാണ്, അല്ലെ ഇറ്റ് ഈസ് എ വോളറ്റൈൽ മെമ്മറി ആണ്. ഇനി പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPU നേരിട്ടാണ് ഇവിടുത്തെ പ്രൈമറി മെമ്മറിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ പ്രൈമറി മെമ്മറിക്ക് ഒരു പേരും കൂടെ ഉണ്ട്. ഈ പേരൊന്ന് ഓർത്ത് വെക്കണം. ഇറ്റ് ഈസ് ഓൾസോ, പ്രൈമറി മെമ്മറി ഈസ് ഓൾസോ കോൾഡ് സെമി കണ്ടക്ടർ മെമ്മറി. എന്താണ്? സെമി കണ്ടക്ടർ മെമ്മറി. ഓക്കെ, അപ്പൊ പ്രൈമറി മെമ്മറി എന്താണ്? അതൊരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. എന്താ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ? മദർ ബോർഡിലാണ് സ്ഥിതി ചെയ്യുക, പ്രോസസ്സുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതുമായ ഒരു മെമ്മറിയാണ് ആര്? പ്രൈമറി മെമ്മറി. CPU ആണ് നിയന്ത്രണം, അല്ലെ CPU നേരിട്ട് കണക്ട് ചെയ്യുന്നതാണ്, നേരിട്ടാണ് കാര്യങ്ങളൊക്കെ ഈ പ്രൈമറി മെമ്മറിയിലുള്ള ഇതൊക്കെ ഡയറക്റ്റായി നടത്തുന്ന ആരാണ്? CPU ആണ്. ഇനി ഏതൊക്കെയാ പ്രൈമറി മെമ്മറി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ച പേരുകളായിരിക്കും. റാം, റോം, അല്ലേ? ഇനി ക്യാഷെ മെമ്മറി ഒക്കെ. ഇനി നമ്മൾ പറയുമ്പം പ്രൈമറി മെമ്മറി എന്നും പറയും, സെക്കൻഡറി മെമ്മറി എന്നും പറയും. ഈ ക്യാഷേനെയും രജിസ്റ്ററിനെയൊക്കെ നമ്മൾ പ്രൈമറി മെമ്മറിയിൽ ഉൾപ്പെടുത്തും ചെയ്യും. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആലോചിക്കുമ്പം ശരിക്കും ഒരു മെമ്മറിയും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് CPU മെമ്മറി. CPU മെമ്മറി എന്ന് പറയും. CPU മെമ്മറി എന്ന് പറയുന്നത് എന്താ വെച്ചാല്, ഇത് ശരിക്കും പ്രൈമറി മെമ്മറിയിലാണ് നമ്മൾ പറയുക. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അതെന്താ? CPU മെമ്മറിയിൽ തന്നെയാണ്. CPU മെമ്മറി എന്നാക്കി പറയും. ഏതിനൊക്കെ? ക്യാഷെ മെമ്മറി, അതേപോലെ രജിസ്റ്റർ മെമ്മറിനെയൊക്കെ. ശരിക്കും CPU എന്ന് പറഞ്ഞാൽ എന്താ? CPU എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന സാധാരണ CPU നമ്മൾ പറയുമ്പം പിന്നെ എന്താ, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഇതിലെ ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ എന്ത് പറയാ? CPU എന്ന് പറയാം. ശരിക്കും CPU എന്ന് പറയുന്നത് എന്താണ്? മദർ ബോർഡിനുള്ളിലുള്ള അല്ലെ മദർ ബോർഡിനുള്ളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു IC ചിപ്പ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പാണ് എന്ത്? CPU എന്ന് പറയുന്നത്. ആ CPU ആണ് എന്ത് ചെയ്യുക? ഈ ക്യാഷ് അതേപോലെ രജിസ്റ്ററിനൊക്കെ ഉള്ള നേരിട്ട് അവയ്ക്ക് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു CPU മെമ്മറി എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷേ
നമ്മൾ പ്രൈമറി മെമ്മറിയിലായിട്ടാണ് ഇത് കാഷെ മെമ്മറിനെയും ഒക്കെ കണക്കാക്കുക. അത് വിട്ടേക്കൂ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായി തിരിക്കുന്നു ഞാൻ പറഞ്ഞു. പ്രൈമറി മെമ്മറി എന്താണെന്നും ഏതൊക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ വരുന്നത് എന്നെന്നും പറഞ്ഞു അല്ലെ. ഇനി പ്രൈമറി മെമ്മറിയുടെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സെക്കൻഡറി മെമ്മറിനെ കുറിച്ചാണ്. നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി പേര് പോലെ തന്നെ പെർമനന്റ് ആണ്. ഇത് ടെമ്പററി ആണ്, അപ്പൊ ഇതെന്താ പെർമനന്റ് ആണ് അല്ലെ. ഇത് ടെമ്പററി പോസ്റ്റും ഇത് പെർമനന്റ് പോസ്റ്റും. ഓക്കെ, അപ്പം പ്രൈമറി മെമ്മറി എന്ന് പറയുന്ന ഒരു ടെമ്പററി മെമ്മറിയാണ്. അതായത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുന്നതോടുകൂടി ആ മെമ്മറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പക്ഷെ സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, അത് അവിടെ തന്നെ കിടക്കും, പെർമനന്റ് ആണ് അല്ലേ. അപ്പൊ എന്താണിത്, സെക്കൻഡറി മെമ്മറി ഈസ് എ പെർമനന്റ് മെമ്മറി. ഇനി സെക്കൻഡറി മെമ്മറിനെ നമ്മൾ മറ്റൊരു പേരിലും വിളിക്കും. ഇറ്റ് ഈസ് ഓക്സിലറി മെമ്മറി. എന്താണ്, ഓക്സിലറി മെമ്മറി. അപ്പം സെക്കൻഡറി മെമ്മറിന്റെ മറ്റൊരു പേരാണ് ഇത് ഓക്സിലറി മെമ്മറി. ഇങ്ങനെ രണ്ട് പേരൊക്കെ ഉണ്ട്, ഒന്ന് ഓർത്ത് വെക്കണേ. ഓക്സിലറി മെമ്മറി അല്ലെ. ഇനി സെക്കൻഡറി മെമ്മറി ഏതൊക്കെ പെടും? ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക് അല്ലെ. കോമ്പാക്ട് ഡിസ്ക്, അതേപോലെ തന്നെ USB, SSB, മെമ്മറി കാർഡ് ഒക്കെ ഇതാ സെക്കൻഡറി മെമ്മറിയിൽ പെടും. ഇനി നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതിക്കനുസരിച്ച് നമ്മൾ കുറച്ച് സെക്കൻഡറി മെമ്മറിന്റെ ഓരോ പേരുകൾ പറയുന്നുണ്ട്. ആ പേരൊന്ന് നമുക്ക് ഇവിടെ പറയാം. അതായത് എല്ലാം സെക്കൻഡറി മെമ്മറിയിൽ പെടുന്നതാണ്. ഈ ഫ്ലോപ്പി ഡിസ്കും ഹാർഡ് ഡിസ്കും ഒക്കെ സെക്കൻഡറി മെമ്മറിയിൽ പെടുന്നതാണ്. പക്ഷെ സ്റ്റോർ ചെയ്യുന്ന രീതിക്കനുസരിച്ച് അവയ്ക്ക് പേരിലൊക്കെ ഒന്നൊരു മാറ്റമുണ്ട്. അതായത് സെക്കൻഡറി മെമ്മറി ഏതൊക്കെ പെടും? നമുക്ക് സെക്കൻഡറി മെമ്മറി മാത്രം എടുത്തിട്ടാ പോരെ? ഇവിടെ കയറി സെക്കൻഡറി മെമ്മറി എന്ന് എഴുതാം അല്ലെ. സെക്കൻഡറി മെമ്മറി, സെക്കൻഡറി എന്ന് പോരെ, മെമ്മറി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവല്ലോ. ഇനി സെക്കൻഡറി മെമ്മറിന്റെ ഓരോ വിഭാഗങ്ങളാണ് ഇത്. ഫസ്റ്റത്തുള്ളതാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറി. ഏതാണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറി. മാഗ്നറ്റിക് സ്റ്റോറേജ് സെക്കൻഡറി മെമ്മറി എന്നോ അല്ലെ മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറി എന്നോ ഒക്കെ പറയാം. ഇതിൽ പെടുന്നതാണ് ഏത്? ഹാർഡ് ഡിസ്ക് ഒക്കെ. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് അല്ലെ സെക്കൻഡ് വിഭാഗം ഏതാന്ന് പറയുന്നത് ഏതാ? നെക്സ്റ്റ് വരുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറി. എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറി. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറി ഇതിൽ പെടുന്നതാണ് CD, DVD ഒക്കെ. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഫ്ലാഷ് സ്റ്റോറേജ് മെമ്മറി. ഏതാണ്? ഫ്ലാഷ് സ്റ്റോറേജ് മെമ്മറി. ഇതിൽ ഉൾപ്പെടുന്നതാണ് മെമ്മറി കാർഡ്. അതേപോലെ തന്നെ മെമ്മറി കാർഡ് വിടും. അതേപോലെ USB, SSB അതൊക്കെ ഇതിലാ പെടുക? ഫ്ലാഷ് വിട്ടില്ല. ഫ്ലാഷ് സ്റ്റോറേജ് മെമ്മറിയിൽ. അപ്പൊ നമ്മൾ സെക്കൻഡറി മെമ്മറിനെ കുറിച്ചാണ് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മെമ്മറിയാണ്. അതിന്റെ മറ്റൊരു പേരെന്താണ്? ഓക്സിലറി മെമ്മറി എന്നാണ്. അപ്പൊ ഈ പെർമനന്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾ മൂന്നായിട്ട് സെക്കൻഡറി മെമ്മറിനെ തിരിക്കും. ദേ ആർ മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറി, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറി, ഫ്ലാഷ് സ്റ്റോറേജ് മെമ്മറി. മാഗ്നറ്റിക് സ്റ്റോറേജ് മെമ്മറിയിൽ പെടുന്നതാണ് ഏത്? ഹാർഡ് ഡിസ്ക്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറിയിൽ പെടുന്നതാണ് ഏത്? CD, DVD ഒക്കെ. അതേപോലെ ഫ്ലാഷ് സ്റ്റോറേജ് മെമ്മറിയിൽ പെടുന്നതാണ് മെമ്മറി കാർഡ്, USB, SSB ഒക്കെ അല്ലെ. അപ്പൊ ഇത്രയാണ് പ്രൈമറി മെമ്മറിനെയും സെക്കൻഡറി മെമ്മറിനെയും കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കണം.
ഓരോ, അതായത് പ്രൈമറി മെമ്മറിയിലുള്ള റാം, റോം അതൊക്കെ നമുക്ക് എടുത്ത് പഠിക്കണം. അതേപോലെ തന്നെ സെക്കൻഡറി മെമ്മറിയിലുള്ളത്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഒരു 2-3 ടേംസ് ഒന്ന് പഠിക്കാം. നമ്മൾ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ബഫർ എന്താണെന്ന്. എന്താ ബഫർ? വാട്ട് യു മീൻ ബൈ ബഫർ? ബഫർ എന്ന് പറഞ്ഞാൽ എന്താ? ബഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട്, എങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായി കമ്പ്യൂട്ടറിലെ CPU-മായി, കമ്പ്യൂട്ടറിൽ അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് CPU-യുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ടെമ്പററി മെമ്മറിയാണ് ഇത് ബഫർ. ബഫർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇൻപുട്ട് അല്ലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് CPU-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള, CPU-യുമായി കണക്ട് ചെയ്തിട്ടുള്ള, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടെമ്പററി മെമ്മറി, അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു മെമ്മറിയാണ് ഇത് ബഫർ, അല്ലെ? അപ്പം അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആയി പറഞ്ഞാൽ ഇത് പ്രൈമറി മെമ്മറിയിൽ പെടുന്നതാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് പറയാം ഇറ്റ്സ് എ പോർഷൻ ഓഫ് റാം, അല്ലെ? റാമിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇറ്റ്സ് എ പോർഷൻ ഓഫ് റാമിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ബഫർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടേം ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്, കേട്ടോ. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയാം. ഔട്ട്പുട്ട് ഇൻപുട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് CPU-യുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടെമ്പററി മെമ്മറിയാണ് ഇത് ബഫർ. അത് ശരിക്കും എന്താണ്? ഇറ്റ്സ് എ പോർഷൻ ഓഫ് റാം, അല്ലെ റാമിന്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത ഒരു ടേം ആണ് വാം ബൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ്. എന്താ വാം ബൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ്? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാം ബൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് എന്ന് പറയാം. അപ്പം നമ്മൾ പറഞ്ഞത് വാം ബൂട്ടിങ്ങിനെ കുറിച്ചാണ്. വാം ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ? വാം ബൂട്ടിംഗ് എന്ന് നമ്മൾ പറയാം. ഇനി അടുത്തത് ബയോസ്. അടുത്ത ടേമാണ് ബയോസ്. ബയോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എക്സ്പാൻഷൻ പഠിക്കണേ. ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. പഠിക്കാൻ നല്ല എളുപ്പമാണ്. ബയോസ് എന്താ? ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫേം വയർ ആണ്, അല്ലെ? ഇറ്റ്സ് എ ഫേം വയർ, അല്ലെ? അപ്പൊ എന്താ ഈ ഫേം വയർ എന്ന് പറയുന്നത്? ഫേം വയർ എന്ന് പറയുന്നത് റോമിൽ ഫിക്സ് ചെയ്തിട്ടുള്ള, അതായത് റോം എന്ന് പറയുന്ന ചിപ്പിൽ ഫിക്സ് ചെയ്തിട്ടുള്ള അല്ലെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ത്? ഫേം വയർ. അപ്പം ബയോസ് എന്ന് പറയുന്നത് ഒരു ഫേം വയർ ആണെന്ന് പറഞ്ഞു നമ്മള്. അപ്പൊ ഫേം വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റോമില് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്ത്? ഫേം വയർ. അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ്സില് എന്താ മെമ്മറി എന്നുള്ളതിന്റെ ഒരു ബേസിക് ആണ് പറഞ്ഞത്. മെമ്മറി എന്താണ്, മെമ്മറിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യും, അപ്പം ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് വരിക, അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ മെമ്മറി, അതായത് പ്രൈമറി മെമ്മറിയിലുള്ള ഓരോ വിഭാഗം, റാം, റോം അങ്ങനെയുള്ളവയ്ക്കും, അതേപോലെ തന്നെ സെക്കൻഡറി മെമ്മറിയിലെയും ഓരോ ഭാഗത്തിനെ കുറിച്ചും, ഹാർഡ് ഡിസ്ക് അങ്ങനെയുള്ള ഓരോ ഭാഗത്തിനെ കുറിച്ചും പഠിക്കേണ്ടത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.